ഹലോ! ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ചില ഭർത്താക്കന്മാരുണ്ട്, വെറും ഊടായിപ്പായിരിക്കും. അതായത് ഭാര്യമാരോട് വലിയ സ്നേഹമൊന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നല്ല രീതിയിൽ അങ്ങോട്ട് ആക്ട് ചെയ്യും. എനിക്ക് നീ ജീവനാണ്, നിന്റെ പൊന്നാണ്, തേനാണ്, പാലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള അഭിനയിക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടുപിടിക്കാനുള്ളൊരു 5 ടിപ്പൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് ലോക ഉടായിപ്പാണ് എങ്കിൽ, അതായത് നിങ്ങളോട് വലിയ സ്നേഹമൊന്നും ഇല്ല എങ്കിൽ, ആ ഒരു വ്യക്തി ആദ്യം തന്നെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒലിപ്പീരായിരിക്കും. അതായത് മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങും, അവരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ആ ഒരു സമയം നിങ്ങളെ പൊന്നേന്നോ ചക്കരേന്നോ തേനേന്നോ ഡാന്നോ മുത്തേന്നോ തുടങ്ങി അമിതമായിട്ട് സ്നേഹം കൊണ്ടങ്ങോട്ട് വീർപ്പ് മുട്ടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇനി ആ ഒരു വ്യക്തികൾ പോയതിനു ശേഷം എടി വാടി പൊടി ഇങ്ങനെയായിരിക്കും വിളിക്കത്തുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് സ്നേഹം നിങ്ങളോട് കാണിക്കുന്നു എങ്കിൽ, അതായത് ആ വ്യക്തികൾ കാണാൻ വേണ്ടി മാത്രമായിട്ട്, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവ് കുറച്ച് അഭിനയിക്കുകയാണ് എന്നതാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കും എന്നതാണ്. നിങ്ങളോട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരൻസിൻ്റെയൊക്കെ മുമ്പിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് താഴ്ത്തിക്കെട്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് ഇവളെ കണ്ടോ, ഇവളെയൊന്നും ഒന്നിനും കൊള്ളത്തില്ല, വെറുതെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ആള്, ഇങ്ങനെയായിരിക്കും പറയുക. ഇനി നിങ്ങൾ ജോലിയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വന്നിട്ട് എന്തെങ്കിലും ആ ഒരു ഭർത്താവിനോട് പറയുകയാണ് എങ്കിൽ, ആ ഒരു വ്യക്തി പറയുക, ഓ നിനക്കിവിടെ എന്ത് ജോലി, വെറുതെ തിന്നുക ഇരിക്കുക ഉറങ്ങുക, ഇതല്ലേ നിന്റെ ഇവിടുത്തെ ജോലി എന്നായിരിക്കും ചോദിക്കുക. എപ്പോഴും നിനക്ക് കിടന്നുറങ്ങണം അല്ലെങ്കിൽ തിന്നണം, വെറുതെ എൻ്റെ പൈസ കളയാൻ വേണ്ടി മാത്രം ഇരിക്കുകയാണ്, ഇപ്പോൾ എന്നിട്ട് ക്ഷീണമാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളങ്ങോട്ട് താഴ്ത്തി കെട്ടും. എസ്പെഷ്യലി ആ ഒരു വ്യക്തിയുടെ പേരൻസിന് മുമ്പിലായിട്ട് ഇത്തരത്തിൽ നിങ്ങളുടെ ഭർത്താവ് എപ്പോൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടിയ നിങ്ങളോടും അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ പേരൻസിനോടും സംസാരിക്കുന്നു എങ്കിൽ, അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി അഭിനയിക്കുകയാണ് എന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, കുത്തി നോവിക്കുന്ന ഭർത്താക്കന്മാരാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, നിങ്ങൾ കാരണം തന്നെ നിങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാവാം. കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയുമ്പോൾ ആ ഒരു വ്യക്തി പറയുക, നീ തന്നെ ഉണ്ടാക്കിയതല്ലേ, നീ തന്നെ അങ്ങോട്ട് അനുഭവിച്ചാൽ മതി, എന്നെ ഇതിൽ കൂട്ടണ്ട, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് കേൾക്കും വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിവാക്കും. നിങ്ങൾ ചെയ്ത അബദ്ധം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ തന്നെ തീർത്തോണം, എനിക്കിതിലൊരു ഉത്തരവാദിത്വം ഇല്ല, എനിക്കറിയാൻ വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നു എങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹം അഭിനയിക്കുകയാണ് എന്നതാണ്. നല്ലൊരു ഭർത്താവാണെങ്കിൽ ഭാര്യ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതൊക്കെ മാറ്റാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്യാനായിരിക്കും ഹെൽപ്പ് ചെയ്യുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാത്ത വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഭർത്താവ് എന്നതാണ്. അതായത് നിങ്ങൾക്കൊരു ദിവസം രാവിലെ എണീറ്റപ്പോൾ ഒരാഗ്രഹം, ഇന്ന് വൈകുന്നേരം പുറത്തുനിന്ന് ഫുഡ് വേണം. നിങ്ങൾ ആ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, എനിക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി തരുമോ? അപ്പോൾ ആ ഒരു വ്യക്തി പറയുകയാണ്, പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫോൺ റീചാർജ് ചെയ്യണം, നിങ്ങൾക്കിപ്പോൾ വരുമാനമൊന്നും ഇല്ലാത്തൊരു ഭാര്യയാണ്, അതായത് വേറെ ജോലിക്കൊന്നും നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫോണൊന്നും റീചാർജ് ചെയ്ത് തരത്തില്ല. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി വേണം തന്നെ പോയിട്ട് വാ, ഞാൻ വന്നില്ല, ഇങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറും. അതായത് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ആ ഒരു വ്യക്തി അംഗീകരിച്ച് തരത്തില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്നും അവിടെ ഒരു വിലയും ഉണ്ടാവത്തില്ല. ഇത്തരത്തിലൊക്കെ നിങ്ങളുടെ ഭർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹം അഭിനയിക്കുകയാണ് എന്നതാണ്. നിങ്ങളുടെ ഭർത്താവ് ഒരു ഉടായിപ്പാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ ഭർത്താവ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും എന്നതാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡിനോട് കൂടി പുറത്തെവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്, ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, ഭയങ്കര ഹാപ്പി. നിങ്ങളോട് ഒരിക്കൽ പോലും ഈ ഒരു വ്യക്തി ഇതേപോലെ സന്തോഷം കാണിച്ചിട്ടുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ കേൾക്കാത്ത പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ചെവിതല തരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നിങ്ങളുടെ വോയിസ് റേസ് ചെയ്തിട്ട് സംസാരിക്കും. ഈ ഒരു വ്യക്തി എന്നാൽ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നു, എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇനി നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾ താഴ്ത്തി കെട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഇവൾ ജോലിക്കൊന്നും പോകത്തില്ല, വെറുതെ വീട്ടിൽ കയറിയിരിക്കുകയാണ് എൻ്റെ പൈസ കളയാൻ വേണ്ടിയിട്ട്,
തിന്നുക, ഉറങ്ങുക, ഇത് മാത്രമാണ് ഇവളുടെ കാര്യങ്ങൾ, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നിങ്ങളെ അങ്ങോട്ട് അപമാനിക്കും. എന്നിട്ട് ഫ്രണ്ട്സിന് മുമ്പിൽ ഭയങ്കരമായിട്ട് ആളാകും. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സ്നേഹിക്കുന്നില്ല, വെറുതെ അഭിനയിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഈ ഒരു 5 പോയിന്റ് മാത്രമല്ല, ഇതേപോലെ കുറേ അധികം കാര്യങ്ങൾ വേറെയുമുണ്ട്. അതായത് ഇപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ആ ഒരു ഹസ്ബൻഡിൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടീനായിട്ട് കമ്പയർ ചെയ്യും. അതായത് അവളെ കണ്ടുപിടിക്കും നീ. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് തീർത്തതിന് ശേഷമാണ് അവൾ ഓഫീസിൽ വരുന്നത്. എത്ര മിടുക്കിയാണെന്നറിയാവോ? നിന്നെപ്പോലെ ഇങ്ങനെ പഴങ്കഞ്ഞി കുടിച്ച പോലെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കുകയല്ല അവൾ ചെയ്യുന്നത്. നല്ല മിടുക്കിയാണ്. അതേപോലത്തെ ഒരു പെണ്ണിനെ എൻ്റെ ലൈഫിലേക്ക് എനിക്ക് കിട്ടുകയായിരുന്നു എങ്കിൽ ഞാൻ വേറെ ലെവലായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യും. ഇത്തരത്തിൽ നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തൊക്കെ ഇടയ്ക്കെങ്കിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഹസ്ബൻഡ് നിങ്ങളിൽ ഹാപ്പിയല്ല, ആ ഒരു വ്യക്തി വെറുതെ അഭിനയിക്കുകയാണ് എന്നതാണ്. പിന്നെ എല്ലാവരും ഇതേപോലെ തന്നെയാണ് എന്നല്ല, ഇങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന് ഈ സ്വഭാവം ഒക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും കൂടി ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞൊന്ന് കോംപ്രമൈസ് ആക്കുക. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എങ്കിൽ പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓപ്പണായിട്ട് സംസാരിക്കുക. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇതിലേക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ല ഒരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.